അപ്പൊ ഇന്ന് നമ്മൾ വന്ന എന്താണെന്നറിയാമോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റാംപൂരി അല്ല, നമ്മുടെ ടെഡി ഹൈ ഫ്ലയേഴ്സ് കാറ്റഗറിയിൽ പെടുന്ന 2 ബേർഡ്സിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ സെയിലിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് കഠിനംകുളം ട്രിവാൻഡ്രത്ത് തന്നെ നമുക്ക് ആള് എടുക്കുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് ആ ബേർഡിനെ നമുക്ക് അവർക്ക് ഡെലിവറി ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കല്യാണിയുടെ വിശേഷം കാണണ്ടേ. ദേ ഇരിപ്പുണ്ട് നമ്മുടെ കല്യാണിക്ക് ഇപ്പൊ കുറച്ച് കുറുമ്പൊക്കെ കൂടി തുടങ്ങി. ഫുഡൊക്കെ വെക്കുമ്പം ഇവളുടെ അമ്മ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അതിനെ കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആളിച്ചിരി അലുമ്പായി. പിന്നെ അതുപോലെ ഇച്ചിരി നീളമൊക്കെ വെച്ച്, പണ്ടത്തെ ഉണ്ടാപ്പി മാറി ഇച്ചിരി നീളമൊക്കെ വെച്ച് കയ്യും കാലൊക്കെ കണ്ട ആള് ഓടി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുറകെ ഇങ്ങനെ ഓടിയൊക്കെ വരും. പിന്നെ ഇന്നലെ ബ്ലാക്കിയുമായിട്ട് ഒന്ന് കണ്ടുമുട്ടി. ബ്ലാക്ക് ചെറുതായിട്ട് മുറുകിയൊക്കെ ചെയ്തു. കാരണം വെറുതെ അല്ല, ബ്ലാക്കിയുടെ അടുത്ത് ചെന്ന് കളിക്കാൻ ചെന്ന ഇവളുടെ അമ്മയെ പോലെ. അപ്പൊ ബ്ലാക്കിയുടേതായിട്ടുള്ള രീതിയിൽ പെരുമാറ്റമൊക്കെ കാണിച്ച് എനിവേ ഭയങ്കര സുന്ദരിയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മള് ഇവക്ക് കൊടുക്കുന്ന ഭക്ഷണം നോർമലി ഇപ്പൊ ഡ്രൈ ഫുഡ് രാവിലെ കുറച്ച് കൊടുക്കും ഞാൻ ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ് വൈറ്റ്, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനോട് എഗ് വൈറ്റ് ആഡ് ചെയ്യണതിൽ നമ്മൾ ഒരു മുട്ടേരെ മഞ്ഞ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിയൊക്കെ പുഷ്ടിപ്പുറത്തെ കുഞ്ഞു പ്രായത്തിൽ ഒരു മുട്ടേരെ മഞ്ഞ കൊടുത്തുകൊണ്ട് ഡെയിലി കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കൊടുക്കും. രാത്രിയിലും വിശക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും വിശപ്പാണ്, കുറച്ച് ഡ്രൈ ഫുഡ് കൊടുക്കും. ഓക്കെ, അപ്പോൾ കല്യാണം ഇവിടെ കിടക്കട്ടെ. നമ്മുടെ ബേർഡ്സിനെ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ സെയിലിനിട്ടിരുന്നതാ ഈ 2 ബേർഡ്സാണ് കേട്ടോ. ഇന്ന് രാവിലെ ഇവർക്ക് തീറ്റ കൊടുക്കാൻ നേരത്തതാ തീറ്റ മൊത്തം തറയിൽ വേണം. ഇവർ 2 പേരും നമ്മുടെ പെറ്റ്സ് ഹോമിൽ നിന്ന് യാത്രയാവുകയാണ്. കഠിനംകുളം ഭാഗത്തേക്കാണ് ഇവരെ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഇന്ന് മംഗലാപുരം വരെ പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഇതിനെ ഡെലിവറി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരെ നമ്മൾ നേരെ പാക്ക് ചെയ്തിട്ട് കഠിനംകുളത്ത് കൊണ്ടുപോയി, ഒരു കുഞ്ഞു പയ്യനാണ്, അവന് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ റിങ് ഇട്ട ബേർഡ്സ് നമ്മുടെ പെറ്റ്സ് ഹോമിൽ നിന്ന് നേരെ കഠിനംകുളത്തേക്ക് പോവുകയാണ്. ഇവർ നല്ലോണം പറന്ന് നല്ല നല്ല പറവകളൊക്കെ കിട്ടട്ടെ. അതേപോലെ തന്നെ ഇവർ അടിപൊളിയായിട്ട് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണ്, മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. കുറച്ച് ബേർഡ്സ് കൊടുക്കാനുണ്ട്, അതിന് തക്കതായ കാരണങ്ങളുണ്ട്, അത് വരും വീഡിയോയിൽ പറയാം. പിന്നെ 1-2 ബേർഡ്സിന് നമ്മൾ ഈ പറഞ്ഞ പോലെ പോക്സ് വന്നായിരുന്നല്ലോ. അപ്പോൾ പോക്സ് വന്ന ബേർഡ്സിനെ നമ്മൾ സെയിൽ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മളെ നിന്ന് മുമ്പ് പ്രാവിനെടുത്ത ഒരു ഫ്രണ്ട് ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ പോക്സ് അവനൊരു പ്രശ്നമല്ല, അപ്പം ഹോൾസെയിലായിട്ട് മൊത്തത്തിൽ എടുക്കാൻ അവന് ഉദ്ദേശമുണ്ട് എന്നിങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പ്രാവ് കണ്ട, അത് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ച് മാറി പറക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രാവുകളെയൊക്കെ കുറച്ച് എണ്ണം കുറയ്ക്കുകയാണ്. അപ്പം അതെന്താണെന്നുള്ളത് വരും വീഡിയോയിൽ ഞാൻ എന്തായാലും അറിയിക്കാം. വേറെ ഒന്നുമില്ല. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ബിസിയാണ്, കാരണം ഇവരെ നമുക്ക് ഡെലിവറി ചെയ്യണം, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം കുറേ നാളായിട്ടൊരു വീഡിയോ ഇടണം, നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. തിരക്കിൻ്റെ കാരണത്താൽ പറ്റാത്തതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ബേർഡ്സ് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇവരെ ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു പെട്ടി ഞാൻ ജിമ്മിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഹേ കല്യാണി, അപ്പം നമുക്ക് പോയി അതെടുക്കാം. ഓക്കെ, ഇതിനകത്താണ് കേട്ടോ നമ്മുടെ കോയിസ് ഉള്ളത്. കോയിസിനെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. 2 പേരേ ഉള്ളൂ. കുറേ പേരുണ്ടായിരുന്നു, കുറേ പേരൊക്കെ ചത്തുപോയി. പിന്നെ കുറേ പേര് ഇതുവഴി ചാടിപ്പോയി കേട്ടോ. ഇപ്പോൾ ഇവർ 2 പേരേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ കോയിസ്. നമ്മുടെ ബ്ലാക്കി ഇവിടെ ഉണ്ടാവും. അടക്കണം. ഹേ ബ്ലാക്കി, ഹായ്. നമ്മുടെ മറ്റ് പ്രാവുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പ്രാവും കുഞ്ഞുങ്ങളുടെ മുകളിലും ഫീമെയിൽസ് ഒക്കെ താഴെയും, മെയിൽസ് എല്ലാം ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഇതിൽ നിന്ന് അവന് ഒരു 2 ബേർഡിനെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബെല്ല നിൽക്കുന്നു. ബെല്ല കണ്ട, ബെല്ലരെ കൂടൊന്ന് പൊളിഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കെട്ടിയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെട്ടിക്കകത്താണ് കേട്ടോ ഇവരെ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഇത് നമ്മുടെ ജിമ്മിൽ പ്രോട്ടീൻ വന്ന ഒരു സാധനമായിരുന്നു പെട്ടി. അപ്പം നല്ലൊരു ബോക്സ്, നല്ല കട്ടിയൊക്കെ ഉണ്ട്. അപ്പം നേരെ ഇതിനെ നമുക്ക് നമ്മുടെ ബേർഡിനെ നമുക്ക് ഇതിനകത്ത് പാക്ക് ചെയ്ത് എളുപ്പം ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ബോക്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് എയറിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പ്രാവും കുഞ്ഞുങ്ങളെ പിടിച്ചേ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് പൊക്കളയാം. ഓക്കെ, കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇതുപോലെ നമ്മുടെ കല്യാണിയുടെ മമ്മി വന്നു കേട്ടോ, കാണിച്ചു തരാം. കിടക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണറച്ചിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ വേറെ ഡോഗ്സ് ഒക്കെ ഒന്ന് കൊരയും ബഹളം ഒക്കെ ആയിരുന്നു. ഒരു റൗണ്ട് ബ്ലാക്കിരിയൊക്കെ ഷോ ഉണ്ടായിരുന്നു. എന്താടി ബ്ലഡി ഫുൾ നിൽക്കണുണ്ട്. ഇതവളുടെ സ്കിന്നിൽ വേറെ വിഷയമൊന്നും അല്ല കേട്ടോ. അവളുടെ മമ്മി അവളെ നക്കി തുടച്ചതിൻ്റെ ആണെന്നാണ് തോന്നണം. എനിവേ നമുക്ക് പ്രാവിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബേർഡ്സിനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോഴത്തേക്കേ കുറേ പേര് വിളിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട്. അതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും തന്നെ നമുക്ക് സന്തോഷമുണ്ട്. എല്ലാവരും വിളിക്കുമ്പോഴത്തേക്ക് ആദ്യമേ പറയണ കാര്യം,
നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടതിൽ സന്തോഷം. ഓക്കെ, പക്ഷേ അതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മളിതാ ഈ ബേർഡിനെ കൊടുക്കുന്നത് തന്നെ നമുക്ക് 750 റുപ്പീസാണ് പെർ പീസ്. അത് നമ്മുടെ എഫേർട്ടിൻ്റെയാണ് കേട്ടോ. നമ്മൾ എത്ര പാഷൻ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഫുഡ്, അതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമുണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെ പാരൻസിനെ എടുത്തത് നമുക്ക് പുറത്ത് പറഞ്ഞാൽ ഇത്രയും കാശിനൊക്കെ പ്രാവിനെ ആരെങ്കിലും മേടിക്കുക എന്നുള്ള രീതിയിൽ അത്രയും വില കൊടുത്തൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനെ കൊടുക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിനുള്ള പൈസ നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മളെ നിന്ന് കുറേ പേര് മേടിച്ചിട്ട് പ്രാവിനെ ഡെലിവറി ചെയ്യണ അവസാന സമയത്ത് ഇത്ര രൂപ കുറവുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കാശ് കിട്ടിയതിന് ശേഷം മാത്രമേ പ്രാവിനെ ഡെലിവറി ചെയ്യുള്ളൂ. അതൊന്ന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ലോഫ്റ്റിൽ വരിക, നമ്മളെ പ്രാവുകളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. കാരണം കുറേ പേര് നല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബേർഡ്സിനെ പറ്റി ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരെടുക്കാൻ നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയും, ഇതിനെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത് നാളെ തന്നെ എടുക്കാം, ഇത് വേറെ ആർക്കും കൊടുക്കല്, സോൾഡ് ഔട്ട് ഇടാൻ പറയും. നമ്മളത് കേട്ട് സോൾഡ് ഔട്ട് ആക്കും. നമ്മുടെ അടുത്ത് ചോദിച്ചെടുത്ത് നമ്മൾ പറയും അത് കൊടുത്തു പോയി. അപ്പം അവർ പറയും നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലേ എന്നിങ്ങനെ പറയും, അഡ്വാൻസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലേ. ഞാൻ അഡ്വാൻസ് അധികം മേടിക്കാറില്ല. കാരണം എങ്ങാനും ബേർഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് അവരെ പറ്റിക്കുന്നതിന് തുല്യമാവും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് അങ്ങനെ മേടിക്കാറില്ല. പക്ഷേ ചില ടീംസ് എടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റും കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു വിവരവും കാണില്ല. അവരാ ഫോൺ വിളിച്ചാൽ പിന്നെ അവരെടുക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഈ ബേർഡിനെ സോൾഡ് ഔട്ട് ആക്കി വിൽക്കാനും പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന തീരുമാനം, നമുക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന ആരാണോ അവർക്ക് നമ്മൾ ബേർഡിനെ സെല്ല് ചെയ്യും. ഓക്കെ, നമ്മുടെ ബേർഡ്സിനെ നമ്മളിതാ ഇതിനകത്തോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ കഠിനംകുളം റൂട്ട് വഴി നേരെ മംഗലാപുരം പോകുന്നുണ്ട്. കഠിനംകുളത്ത് ബേർഡിനെ കൊടുത്തിട്ട് വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് മംഗലാപുരം വരെ പോകേണ്ട ആവശ്യമുണ്ട്. നല്ല വെയിലാണ്, ഫുള്ള് മാസ്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ബാബാ. യെസ്, അപ്പം നമുക്ക് ബേർഡിനെയും കൊണ്ട് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ വെയിലിൽ ഇങ്ങനെയൊക്കെ പോയാലേ പറ്റൂ. ഓക്കെ, ചലേഗ ഗായ്സ്, ലെറ്റ്സ് ഗോ. ഇതും കൂടി അങ്ങോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റായി. ഓക്കെ, അപ്പം നമ്മൾ ബേർഡ്സ് ഇതാ ഇവിടെ ഇരിക്കുന്നു. അപ്പം നമുക്ക് നേരെ പൊക്കളയാം. ബ്ലാക്കി, ടാറ്റ, വീടൊക്കെ നോക്കിയോണേ. അപ്പോൾ വന്നിട്ടേ ബാക്കി ബേർഡ്സിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ വെയിലിൽ ഞാൻ തനിച്ചല്ല പോണത്, എൻ്റെ ഫ്രണ്ട് നമ്മുടെ വർക്കൗട്ട് പാർട്ട്ണറും കൂടി വരുന്നുണ്ട്. ആൾക്ക് വീഡിയോയിൽ മുഖം കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നെ പോലെ തന്നെ വേറെ കളർഫുൾ മാസ്ക് ഒക്കെ ആയി സെറ്റാക്കിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് പ്രാവിനെ കൊടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പ്രാവിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം ഇനി കുറച്ച് ബേർഡ്സിനെയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ ചാനലിനോട് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും കാണാം. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.